ആധുനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ട നൂതനാശയങ്ങളും നേതൃപാഠവും വളർത്താൻ ഉതകുന്ന ചർച്ചകൾക്ക് വേദിയായി 24 ബിസിനസ് കോൺക്ലേവ് 2047 ആകുമ്പോഴേക്കും രാജ്യത്തിന്റെ വളർച്ച ഏത് രീതിയിൽ ആകണമെന്നതിൽ തുടങ്ങി IPO, AI സാങ്കേതികവിദ്യ എന്നിവയിൽ അടക്കം ആശയങ്ങൾ പങ്കുവച്ചു. രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വികസന കുതിപ്പിന് ഉതകുന്ന കാമ്പുള്ള കഴമ്പുള്ള ആശയ കൈമാറ്റം അതായിരുന്നു 24 ബിസിനസ് കോൺക്ലേവിന്റെ പാനൽ ചർച്ചകൾ. വികസിത ഭാരതം 2047 എന്ന വിഷയത്തിൽ കണ്ടത് ചൂടേറിയ ചർച്ച. ദുർഗാനന്ദിനി മോഡറേറ്ററായ ചർച്ചയിൽ വേണു രാജാമണി IFS അടക്കമുള്ള പ്രമുഖർ ആശയങ്ങൾ പങ്കുവച്ചു. Infrastructure plays a very key role. I would want mass rapid transport systems which can be accessible for common man. Let's see it as a target the nation as a whole. The people as a whole. This is not the way we like to see when we complete 100 years of our independence. കേരളത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ എണ്ണം തുച്ഛമെന്ന് IPO സംബന്ധിച്ച പാനൽ ചർച്ച വിലയിരുത്തി. മാറുന്ന കാലത്ത് ലിസ്റ്റിംഗ് കരുതലോടാകാമെന്ന കാര്യകാരണ സഹിതം പാനലിസ്റ്റുകൾ വിവരിച്ചു. സംശയ നിവാരണം വരുത്തി സദസ്സും ചർച്ച സജീവമാക്കി. 2047. What happens in the world, in India, like what happened in Wayanad? It is a raging topic. How are we taking care of our people? Because without them, we will not be able to achieve our vision for 2047. Sorry for that. Actually, his question is by 2047 who will rule the country. I think Mr. Venu can predict. Are we into political predictions now? Is that what is happening? Okay. പാനൽ ചർച്ചകളുടെ കൂട്ടത്തിൽ കൗതുകം ജനിപ്പിച്ചത് AI ഡ്രിവൺ ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ എന്ന വിഷയമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുറഞ്ഞ സമയവും അധ്വാനവും കൊണ്ട് ബിസിനസ്സിൽ എങ്ങനെ നേട്ടം കൊയ്യാമെന്ന സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ച വിദഗ്ധർ. As soon as it works, you don't call it AI anymore. This can get applicable to each and every industry. Interactive videos, interactive experiences is going to seriously change the world of education. KLM Maximയുടെ പങ്കാളിത്തത്തോടെ നടത്തപ്പെട്ട കോൺക്ലേവിൽ രൂപപ്പെട്ടത് നാടിന്റെ വ്യവസായ കുതിപ്പിനുള്ള പുതുപുത്തൻ ആശയങ്ങളെന്ന് നിസ്സംശയം പറയാം. സദസ്സിലെ വ്യവസായ പ്രമുഖരുടെ ചോദ്യങ്ങളും വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ നൽകിയ മറുപടികളും ഇതിന് കരുത്തേകുന്നതാണ്. 24 കൊച്ചി.